നമസ്കാരം. പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ മോഷ്ടാവ് തീവെട്ടി ബാബു കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ സംഭവം. 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. റൂറൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ സീനിയർ CPO ജിജിൻ, CPO ഷിനിൽ എന്നിവർക്കെതിരെയാണ് നടപടി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് തീവെട്ടി ബാബു ചാടിപ്പോയത്. കണ്ണൂർ എളമ്പേറ്റിൽ നിന്നാണ് ബാബുവിനെ പിടികൂടിയത്. ദേശീയപാതയിൽ ലോറിക്ക് പിന്നിൽ കാറിടിച്ച അപകടം. 2 പേർ മരിച്ചു. മലപ്പുറം വീക്കേപ്പടിക്ക് സമീപം വലിയ പറമ്പിൽ ഇന്ന് രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റ് 4 പേർക്ക് പരിക്കേറ്റു. വൈലത്തൂർ സ്വദേശി ഉസ്മാനും മറ്റൊരാളുമാണ് മരിച്ചത്. മരിച്ച രണ്ടാമത്തെ ആളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അപകടമുണ്ടായ ശേഷം നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസും സ്ഥലത്തെത്തി. കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരെ രക്ഷിക്കാനായില്ല. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകടമുണ്ടാകുമ്പോൾ പ്രദേശത്ത് ചെറിയ മഴയുണ്ടായിരുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറി. ഇതിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. കോട്ടയത്ത് അഭിഭാഷക ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. ഭർത്തൃവീട്ടിൽ ക്രൂരപീഡനം ഏറ്റിരുന്നുവെന്ന് ജിസ്മോളുടെ അച്ഛനടക്കം മൊഴി നൽകി. കഴിഞ്ഞ ദിവസമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അച്ഛന്റെയും സഹോദരന്റെയും മൊഴികളാണ് ആദ്യം രേഖപ്പെടുത്തിയത്. ഏറ്റുമാനൂർ പോലീസായിരുന്നു കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത്. കേസിൽ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ നിലവിൽ ജാമ്യത്തിലാണ്. ആലപ്പുഴയിൽ യുവാവിനെ വടിവാൾ കൊണ്ട് വെട്ടിയ ശേഷം ഒളിവിൽ പോയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പുറക്കാട് തണ്ടാശ്ശേരി വീട്ടിൽ 20-കാരൻ അഭിനവ് സജി, കരുവാറ്റ താമരശ്ശേരി വീട്ടിൽ 21-കാരൻ അജിൻ സോണി എന്നിവരെയാണ് അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 12-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികൾ തോട്ടപ്പള്ളിയിലെ യുവാവിനോടുള്ള മുൻവൈരാഗ്യം മൂലം തോട്ടപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബേക്കറിയിൽ വെച്ച് വടിവാൾ കൊണ്ട് ഇടത് കൈയിൽ ആഴത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചതിനു ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. പ്രതികളെ എറണാകുളത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കണം. കൊച്ചിയിൽ യോഗം ചേർന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാനായി ഗ്രൂപ്പ്. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം ചേർന്നു. അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന ആവശ്യം ശക്തമായി നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാനാണ് ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് സ്ഥാനത്തിനായി കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ സമ്മർദ്ദം ശക്തമാക്കിയത്. കൊച്ചിയിൽ നടന്ന യോഗത്തിൽ DCC ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് ഗ്രൂപ്പിന്റെ സമ്മർദ്ദ നീക്കം.